ഏറെ നാളുകൾക്ക് ശേഷം വീണ്ടും ഒന്നിക്കാൻ NSSും SNDPയും ഐക്യത്തിന് മുൻകൈയെടുക്കുമെന്ന് വെള്ളാപ്പള്ളി നടേശൻ. യോജിക്കേണ്ടവർ യോജിക്കേണ്ട സ്ഥലത്ത് യോജിച്ചേ തീരും. അത് നിയതിയുടെ ഒരു നിയമമാണ്. കാലഘട്ടത്തെ ഇന്നത് സ്വീകരിക്കാൻ അതിൻ്റെ ഉൾവിളി ഇന്നുണ്ട് താനും. ഐക്യം കാലഘട്ടത്തിന്റെ ആവശ്യമെന്ന് സുകുമാരൻ നായർ. NSSും അതിന് താല്പര്യമുണ്ട്. കാരണം ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ് എന്ന് മനസ്സിലാക്കുന്നു. ഐക്യം തകർത്തത് ലീഗെന്ന് വെള്ളാപ്പള്ളി, യോജിക്കാതെ സുകുമാരൻ നായർ. വെള്ളാപ്പള്ളിക്ക് മറുപടിയുമായി സതീശൻ. ഭിന്നിപ്പിനു വെള്ളാപ്പള്ളി പലരുടെയും ഉപകരണമായി മാറുന്നുവെന്ന് വിമർശനം. വർഗീയത പറഞ്ഞ ആൾക്ക് മുഖ്യമന്ത്രി പൊന്നാട നൽകി. വെള്ളാപ്പള്ളിയുടെ ലീഗ് വിരുദ്ധ പരാമർശം തള്ളുന്നുവെന്ന് ലീഗ്. കരുതലോടെ പ്രതികരിച്ച് തിരുവഞ്ചൂർ. വെള്ളാപ്പള്ളിയുടെ അഭിപ്രായത്തോട് യോജിപ്പില്ലെന്ന് കെ മുരളീധരൻ. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ ഒരു വയസ്സുകാരന്റെ മരണത്തിൽ ദുരൂഹത നീക്കാൻ പോലീസ്. പിതാവ് ഇപ്പോഴും പോലീസ് നിരീക്ഷണത്തിൽ. കുഞ്ഞ് കുഴഞ്ഞു വീണ് മരിച്ചത് പിതാവ് നൽകിയ ബിസ്ക്കറ്റ് കഴിച്ചതിന് പിന്നാലെയെന്ന ആരോപണം. ഫോറൻസിക് ഫലം നിർണായകം. സംസ്ഥാന സ്കൂൾ കലോത്സവം ഫോട്ടോ ഫിനിഷിലേക്ക്. പോരാട്ടം കണ്ണൂരും തൃശൂരും തമ്മിൽ. സമാപന സമ്മേളനത്തിന് മോഹൻലാൽ എത്തും. മുൻ CPM MLA S രാജേന്ദ്രൻ BJPയിൽ. മാരാർജി ഭവനിലെത്തി അംഗത്വം സ്വീകരിച്ചു. BJP പ്രവേശനത്തിന് ഉപാധികളില്ലെന്ന് S രാജേന്ദ്രൻ. ട്രംപ് കുറ്റവാളിയെന്ന് അയതുള്ള ഖമേനി. ഇറാനിലെ പ്രക്ഷോഭങ്ങൾക്ക് കാരണം US-ഉം ട്രംപും. US സേനയ്ക്കെതിരെ കടുത്ത ഭീഷണി മുഴക്കി റവല്യൂഷണറി ഗാർഡ് കോർപ്സും. SMS സേവനങ്ങൾ പുനഃസ്ഥാപിച്ച അധികൃതർ. ഇറാനിൽ നിന്നുള്ള ഇന്ത്യക്കാരുടെ മടക്കം തുടരുന്നു.